ക്ഷീരോൽപ്പന്ന മേഖല ന്യൂസിലൻഡിന് തുറന്നുകൊടുക്കാൻ ഒരുങ്ങി കേന്ദ്രം. സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായാണ് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം. വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്നും അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, രാജ്യത്തെ ക്ഷീരമേഖലയ്ക്കാകെ വലിയ തിരിച്ചടിയാകുന്ന പ്രഖ്യാപനമാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. ഇവിടെ ഗോരക്ഷയുടെ പേരിൽ വലിയ ആക്രമണങ്ങൾ നടത്തുന്ന സംഘപരിവാറിൻ്റെ BJPയുടെ സർക്കാർ തന്നെ ക്ഷീരകർഷകരെ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഈ കരാറിൻ്റെ മറ്റ് വ്യവസ്ഥകൾ? സിജു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന ചെറുകിട കർഷകരെയും ക്ഷീര കർഷകരെയും അതോടൊപ്പം ക്ഷീര സംഘങ്ങളെയും അവരുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്ന പ്രഖ്യാപനവുമായാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ ഭാഗമായി ഇന്ത്യയിലുള്ള ക്ഷീര ഉൽപ്പന്ന മേഖല ന്യൂസിലാൻഡ് തുറന്നു കൊടുക്കുമെന്നൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്ത്യൻ സന്ദർശനത്തിൽ എത്തിയിട്ടുള്ള ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തിയിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം ഇത്തരത്തിലൊരു സംയുക്ത പ്രസ്താവന ഇന്ത്യൻ കേന്ദ്രം ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിലൂടെ രാജ്യത്തെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ചും ക്ഷീര മേഖലകളിൽ വലിയ വെല്ലുവിളികൾ നേരിടും എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും രാജ്യത്തെ വിവിധ ചെറുകിട സംഘങ്ങളുണ്ട്, അതോടൊപ്പം ചെറുകിട കർഷകരുണ്ട്. ക്ഷീരോൽപ്പന്നങ്ങളും അതുപോലെ ക്ഷീര മേഖലയുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിതം തള്ളി നീക്കുന്ന ചെറു സംഘങ്ങളൊക്കെ തന്നെയുണ്ട്. ഇവരുടെ ജീവിതത്തെ വലിയ രീതിയിൽ താളം തെറ്റിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. കാരണം ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പാലുൽപ്പന്നവും അതുപോലെ പാലുൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും നടത്തുന്ന ഒരു രാജ്യമാണ്. 130 രാജ്യങ്ങളിലേക്കാണ് ന്യൂസിലാൻഡ് നിലവിൽ ക്ഷീരോൽപ്പന്നങ്ങളും അതോടൊപ്പം പാലും കയറ്റി അയക്കുന്നത്. ഇതിലൂടെ വലിയ വരുമാനം ന്യൂസിലാൻഡിനുണ്ട്. ഈ ന്യൂസിലാൻഡിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അത് രാജ്യത്തെ ചെറുകിട മേഖലയെ കാര്യമായി തന്നെ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം വിവിധ മേഖലകളിലും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. പ്രത്യേകിച്ചും ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവരുടെ ജീവിതം തള്ളി നീക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ജീവിത മാർഗം കൂടിയാണ് ക്ഷീരമേഖല എന്ന് പറയുന്നത്. ഇതിലൊക്കെ തന്നെയും വലിയ ബുദ്ധിമുട്ട് നേരിടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും പൂർണ്ണമായും യന്ത്രവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ക്ഷീരോൽപ്പന്നങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ്സുകളാണ് ന്യൂസിലാൻഡിൽ ചെയ്യുന്നത്. ഈ മേഖല ഇന്ത്യയിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് ഇന്ത്യൻ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം ബുദ്ധിമുട്ട് നേരിടുമെന്നാണ് ഇപ്പോൾ കർഷക സംഘങ്ങളൊക്കെ തന്നെയും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇതോടെ രാജ്യത്തെ വിവിധ ഈ ക്ഷീര കർഷക സംഘങ്ങളുടെയും അതോടൊപ്പം ചെറുകിട കർഷകരുടെയും വരുമാനത്തിൽ വലിയ രീതിയിൽ ഇടിവ് വരും. അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള താളം തെറ്റുമെന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ ഇന്ത്യൻ കർഷകരുള്ളത്. എന്തായാലും ഈ ക്ഷീര ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട കരാറുകൾക്ക് പിന്നാലെ വിവിധ കരാറുകളും ന്യൂസിലാൻഡുമായി ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. എന്തായാലും രാജ്യത്തെ ക്ഷീരോൽപ്പന്ന മേഖലയെയും അതോടൊപ്പം വിവിധ മേഖലകളിലേക്കും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു കടന്നുകയറ്റത്തിനുള്ള ഒരു വഴി ഒരുക്കുക തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം ശ്രമിക്കുന്നത്. സിജു, അബ്ദുൾ റഷീദ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രാജ്യത്ത് സഹകരണ മേഖലയിൽ തന്നെ ക്ഷീരമേഖല വലിയ തരത്തിലുള്ള നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ ക്ഷീര സഹകരണ സംഘങ്ങൾ അതോടൊപ്പം തന്നെ ലോകത്തിന് തന്നെ മാതൃകയായ അമുൽ പോലെയുള്ള സ്ഥാപനങ്ങൾ രാജ്യത്തുണ്ട്. ഇത് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മോദി ന്യൂസിലൻഡുമായി ഒരു കരാർ ഏർപ്പെട്ടുകൊണ്ട് ഈ ക്ഷീരമേഖലയിലേക്ക് ന്യൂസിലൻഡിൻ്റെ കടന്നുവരവിന് അവസരമൊരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ന്യൂസിലൻഡ് വളരെയധികം മെക്കനൈസ്ഡ് ആയ ക്ഷീരമേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈയുള്ള അവരുടെ വരുമാനത്തിൻ്റെ 1/3, അവരുടെ കയറ്റുമതിയുടെ 1/3 ഈ ഡയറി സെക്ടറിൽ നിന്നാണ്. അങ്ങനെയുള്ള ഒരു രാജ്യം ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ വലിയ തരത്തിലുള്ള തിരിച്ചടി, നേരത്തെ റഷീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് രാജ്യത്തെ ക്ഷീരമേഖലയ്ക്ക്. ഒപ്പം തന്നെ വലിയൊരു തൊഴിൽ മേഖല, ഒന്ന് ക്ഷീര കർഷകർ, അതോടൊപ്പം തന്നെ മറ്റു വലിയ തൊഴിൽ മേഖലകൾ, അമുൽ പോലെയുള്ള സഹകരണ സ്ഥാപനങ്ങൾ, സംസ്ഥാനത്ത് തന്നെ ക്ഷീര സഹകരണ സംഘങ്ങളെല്ലാം വലിയ തിരിച്ചടിയാകും. അങ്ങനെ തന്നെയല്ലേ നമുക്ക് വിലയിരുത്തപ്പെടേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയുടെ ഒരു വരുമാനത്തിൻ്റെ ഒരു വലിയ ഭാഗവും ക്ഷീര കർഷകരുടെ ഭാഗത്ത് നിന്നുള്ളതാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് സംസ്ഥാന തലത്തിലുള്ള ഇത്തരം സംഘങ്ങളും അതോടൊപ്പം വിവിധ ചെറുമേഖലകളിലുള്ള സംഘങ്ങളൊക്കെ തന്നെയും ഈ ക്ഷീരോൽപ്പന്ന മേഖലയിലും അതോടൊപ്പം ക്ഷീര കർഷക മേഖലയിലും ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു വരുമാനം നിലവിൽ സൃഷ്ടിക്കുന്നുണ്ട്. അതേ സമയത്താണ് ഇപ്പോൾ ഇത്തരം കർഷകരെയും അതോടൊപ്പം ഈ സംഘങ്ങളെയും വെട്ടിലാക്കുന്ന ഒരു നടപടിയുമായി കേന്ദ്രം മുന്നോട്ട് പോകുന്നത്. ഈ ന്യൂസിലാൻഡിൽ നിന്നുള്ള ക്ഷീരോൽപ്പന്നങ്ങൾ രാജ്യത്തേക്ക് കടന്നു വരുമ്പോൾ അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന വലിയ ഒരു വ്യതിയാനമുണ്ട്. ഈ വ്യതിയാനത്തോട് കിടപിടിക്കാൻ ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമാക്കുന്നത്. എന്തായാലും ഈ ന്യൂസിലാൻഡിൽ നിന്നുള്ള പ്രൊഡക്ഷൻസ് കാര്യമായി ഇന്ത്യയിലേക്ക് എത്തുകയാണെങ്കിൽ അത് ഇന്ത്യൻ മാർക്കറ്റിൽ വലിയ മാറ്റമുണ്ടാകും. അത്തരം വലിയ പൈസ കൊടുത്ത് ആളുകൾ ക്ഷീരോൽപ്പന്നങ്ങൾ മേടിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതൊക്കെ തന്നെയും
ഈ സാധാരണഗതിയിലുള്ള സാധാരണ ജീവിതം നയിക്കുന്ന ക്ഷീരോൽപ്പന്ന മേഖലയിലുള്ള കർഷകരെയും അതോടൊപ്പം ഇത്തരം ചെറു സംഘങ്ങളെയും സംസ്ഥാന സംഘങ്ങളെയും ഒക്കെ തന്നെയും ഇത്തരത്തിൽ കാര്യമായി ബാധിക്കും എന്നത് ഏതെങ്കിലും തരത്തിലൊരു സംശയമുള്ള കാര്യമില്ല. കാരണം ഇത് വലിയ രീതിയിൽ വിപണിയിൽ മാറ്റം വരുമ്പോൾ ആ വിപണിയോട് പിടിച്ചു നിൽക്കാൻ ഉള്ള സാഹചര്യങ്ങളുള്ള കർഷകരല്ല നമ്മുടെ രാജ്യത്തെ എന്നുള്ളതാണ്. അതേസമയം രാജ്യത്തെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുന്നതിന് പകരം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ക്ഷീരോൽപ്പന്നങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും രാജ്യത്തേക്ക് കടത്തിവിടാനുള്ള നടപടിയാണ്